ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു സങ്കടം നിറഞ്ഞ വാർത്തയാണ് ഇപ്പോൾ കേട്ടത്. നമ്മുടെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ വല്ല സങ്കടമുള്ള കേസായിട്ടാണ്. എന്നാൽ കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഈ എക്സാമിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തലേ ദിവസം അത് താങ്ങാൻ വയ്യാതെ, അതിൻ്റെ മാനസിക സംഘർഷം താങ്ങാൻ വയ്യാതെ അത് എഴുതി വെച്ചിട്ട് ലെറ്റർ എഴുതി വെച്ചിട്ട് മരിക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി നടന്നിരിക്കുന്നത്. നമ്മുടെ തമിഴ്നാടുള്ള ഹൊസൂറിനടുത്തുള്ള വെട്രിയാനന്ദം എന്നൊരു വിദ്യാർത്ഥി, 20 വയസ്സേ ഉള്ളൂ. അവൻ ജീവിതത്തിൽ ഡോക്ടറാണ് വലുത് എന്ന്, ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിൽ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്താഗതിയായിരിക്കാം ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ച് അപ്പ, അമ്മ, അണ്ണ, എന്നോട് ക്ഷമിക്കണം എന്നീ 4 വാക്കുകളാണ് ഈ കുട്ടിയുടെ ജീവിതം അവസാനിക്കാൻ മാത്രം എഴുതി വെച്ചിട്ട് പോയത്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ഹൊസൂരിൽ നിന്നുള്ള വാർത്തയാണിത്. എന്താ പറയുക, കേവലം ഒരു മരണവാർത്ത മാത്രമല്ല ഇത്. കാരണം വെച്ചാൽ 20 വയസ്സുകാരനെ വെട്രിയാനന്ദം എന്ന വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയുടെ തലേ ദിവസം തൻ്റെ സ്വപ്നങ്ങളും സ്വന്തം ജീവനും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പുള്ളിപ്പോയി. 3 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാന്ന് പറഞ്ഞേ, 3 വർഷം കഠിനാധ്വാനത്തിന് ശേഷം ഈ പരീക്ഷയുടെ തലേന്ന് ഈ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവൻ്റെ പരീക്ഷ പേടിയും കടുത്ത മാനസിക സമ്മർദ്ദവും ഒക്കെ ആയിരിക്കാം. എന്നായിരിക്കാം കുട്ടികൾ തളർന്നു പോയിട്ടുണ്ടാവും. കാരണം 3 വർഷം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് എന്നിട്ട് ഒരിക്കൽ പരീക്ഷ എഴുതി, അത് അറിയാലോ, അങ്ങനെ പോയി. പിന്നെ രണ്ടാമത്തെ ഒരു എക്സാം വന്നു, ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനും എല്ലാം കൊണ്ടുമായിരിക്കാം കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെ പോണേ? അതാണ് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്. നീറ്റ് പരീക്ഷ വെറും ഒരു എൻട്രൻസ് പരീക്ഷ മാത്രമാണ്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് മനുഷ്യന്മാരുടെ യോഗ്യത ഇളക്കുന്നതായിട്ട് ഒന്നും തന്നെയില്ല. എന്നാൽ നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും കൂടി ഒരു അമിത പ്രതീക്ഷ നൽകി കുട്ടിക്ക് ഡോക്ടറാവാൻ സാധിച്ചാൽ മാത്രമേ ജീവിതമുള്ളൂ, അങ്ങനെ ജീവിതമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ തലയിലേക്ക് അങ്ങ് അടിച്ച് കയറ്റി വച്ചേക്കാണ്. വെട്രിയാനന്ദൻ തൻ്റെ ആത്മഹത്യയെ പറഞ്ഞത് കഴിഞ്ഞ 1 മാസമായിട്ട് അവന് ശരിയായിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല. പരീക്ഷയിൽ പേടിയാണ്, പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഇതിലേക്ക് നയിക്കുന്നത്. ഉറക്കം പോലും നഷ്ടപ്പെടുന്ന, ജീവിക്കാൻ പോലും ഭയക്കുന്ന ഈ അവസ്ഥയിലേക്ക് ഈ കുട്ടികളെ എങ്ങനെ എത്തിച്ചേർന്നത് എനിക്ക് മനസ്സിലാവുള്ള. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പരീക്ഷാ ഫലത്തേക്കാൾ വലുതാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതമെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പിന്നെ ആരുടെ ചോദ്യത്തിന് മുന്നിൽ അവരുടെ ബന്ധുക്കളെ താരതമ്യപ്പെടുത്തലും വീട്ടുകാരുടെ പ്രതീക്ഷകൾക്കും അതിനൊക്കെ വേണ്ടി കുട്ടികളെ ഇരുട്ടറയിലേക്ക് തള്ളിയിടുന്നത് ശരിയാണോ? എനിക്കറിയത്തില്ല. ഞാനിതിനോട് യോജിക്കുന്നുമില്ല കേട്ടോ. എത്രയോ കുട്ടികളാണ് ഇങ്ങനെ ഓരോ വർഷവും ഇത്തരം സമ്മർദ്ദങ്ങളിൽ കിടന്ന് മരണത്തിലേക്ക് തീരുന്നത്. പണ്ട് ഏറ്റവും കൂടുതൽ 10ാം ക്ലാസ് കഴിയുമ്പോഴായിരുന്നു. ഇപ്പോൾ ഉണ്ട്, അതായത് 80-90 കാലഘട്ടത്തിലൊക്കെ. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ 10ാം ക്ലാസ്സും പ്ലസ് ടുവിലൊന്നും അത്രയില്ല. കാരണം അതൊക്കെ ഗവൺമെൻറ് ഓൾറെഡി അത്യാവശ്യം ജയിപ്പിച്ച് വിടുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും നീറ്റാണ്. നീറ്റിൽ അത് പഠിച്ചാൽ മാത്രമേ ഡോക്ടറാവുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക, അതിലാണ് ജീവിതം ഇരിക്കണേ എന്നുള്ള കാര്യമാണ്. എന്തായാലും പരീക്ഷ പാസ്സായില്ലെങ്കിൽ ജീവിതം അവസാനിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയിലേക്ക് നമ്മളവരെ എത്തിച്ചേക്കാണ്, ആ വിദ്യാർത്ഥികളെ. എനിക്കിത് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ പ്രിയ രക്ഷിതാക്കളെ, നമ്മളൊന്നും മക്കളെ ചേർത്ത് പിടിച്ചാൽ മതി. അതായത് നീ തോറ്റാലും ജയിച്ചാലും ഞങ്ങളും ഈ കുടുംബവും നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊന്ന് പറഞ്ഞു കൊടുത്തേച്ചാൽ മതി. അവർ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അതൊരു നല്ലൊരു കോൺഫിഡൻസ് തന്നെയാണ് അവർക്ക്. നമുക്ക് നഷ്ടപ്പെട്ടാൽ ഒന്നുമില്ല എന്നൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ വിജയിക്കുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് പോയാൽ അത് പോവും ഇത് പോവും നമ്മുടെ ജീവിതം പോവും അങ്ങനെ ടെൻഷനായിട്ട് ജീവിക്കണവർ ഒരിക്കലും ഒരു സ്ഥലത്തും എത്താൻ പോകണില്ല. നമ്മൾ ഡോക്ടറായാലും എഞ്ചിനീയറായാലും പരീക്ഷ പാസ്സായാലും തോറ്റവനായാലും നമ്മുടെ കുട്ടി ജീവനോടെ ഇരിക്കുന്നതല്ലേ ഏറ്റവും വലിയ വിജയം. അല്ലാണ്ട് നീ പരാജയപ്പെട്ടാൽ ഞങ്ങൾ കൂടെയുണ്ടെന്ന് അവർ ചേർത്ത് നിർത്തുമ്പോഴല്ലേ അവർ കൂടുതൽ പഠിക്കുകയുള്ളൂ. നമ്മൾ സ്വയം ചിന്തിക്കണത്. അല്ലാണ്ട് നമ്മുടെ മക്കൾ ഡോക്ടറായാലും എഞ്ചിനീയറായാലും വീട്ടിലിരുന്നാലും നമ്മൾ ജീവനോടെ കാണുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ ചേതനയേറ്റി കിടക്കുന്ന അതിലേക്ക് എത്തിക്കേണ്ട കാര്യമുണ്ടോ? അവർ പഠിക്കുകയാണെങ്കിൽ പഠിക്കട്ടെ എന്നേ, പഠിച്ചില്ലെങ്കിൽ അതിൻ്റേതായ വഴി മുകളിലിരിക്കുന്ന ആൾ എന്തെങ്കിലും വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അല്ലാണ്ട് ഡോക്ടറായ മാത്രമാണ് ജയിക്കുള്ളൂ എനിക്കറിയത്തില്ല. നമ്മുടെ വെട്രിയാനന്ദൻ്റെ മരണവും നമ്മൾ ഓർമ്മിക്കുന്നത് അത് തന്നെയാണ്. ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ പിള്ളേരുടെ സ്വപ്നങ്ങളിൽ വിടുക. അല്ലാണ്ട് അവർക്ക് കൂടുതൽ സമ്മർദ്ദം കൊടുത്ത് നീ പരീക്ഷയിൽ തോറ്റുപോയാൽ നിൻ്റെ ജീവിതം പോവും, നിനക്കിനി ചാൻസ് ഇല്ല, നീ കാരണം 3 വർഷമായി അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു, ഇനി പോയി കഴിഞ്ഞാൽ തോറ്റുപോയി കഴിഞ്ഞാൽ നീ നിൻ്റെ ജീവിതം പോയി, ഇങ്ങനെ കുട്ടികളുടെ മേൽ അമിത സമ്മർദ്ദം മുലത്തി ഇനി പ്രതീക്ഷ അങ്ങനത്തെ ഒക്കെ നിർത്തിയിട്ട് നമ്മൾ പിള്ളേരെ ഫ്രീ ആക്കി വിടുക.
അവരെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും. ഒരു വഴി അല്ലെങ്കിൽ അടുത്ത വഴി തുറന്നു വരും. നമ്മൾ അതിനെ തന്നെ ചിന്തിച്ച് അത് തന്നെ ആലോചിച്ച് മക്കളുടെ മേൽ അമിതഭാരം കൊടുത്ത് എന്തായാലും ഇനിയൊരു കുട്ടികൾക്ക് ഇങ്ങനെ വരാതിരിക്കട്ടെ. വെട്രിയാനന്ദനോടും അവരുടെ കുടുംബത്തോടും ഉള്ള എന്താ പറയുക അനുശോചനവും. വെട്രിയാനന്ദം ഇങ്ങനെ ചെയ്യരുത്, ഒരു കുട്ടികളും ചെയ്യാതിരിക്കട്ടെ. ഒന്ന് പോയാൽ മറ്റൊന്ന് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ ജീവിപ്പിക്കുന്നതായിരിക്കും ജീവിതത്തിലെ മക്കളുടെ ഉയർച്ചയ്ക്കും നല്ലത്. ഓക്കെ, എന്തായാലും വളരെ സങ്കടമുണ്ട് ഇങ്ങനെ വാർത്ത കേട്ടതിൽ. ഇനിയും ഇങ്ങനെ ഒരു കുട്ടികൾക്കും ആവർത്തിക്കാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.